ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. പ്രമേഹ രോഗികളിൽ മൂത്രത്തിൽ കാണുന്ന പ്രോട്ടീൻ, ഇത് ഹൃദയ ആരോഗ്യത്തിൻ്റെയും മരണത്തിൻ്റെയും ഒരു സൂചികയാണ്. ഇതാണ് ഇന്നത്തെ വിഷയം. വൃക്കയുടെ ആദ്യ അലാറം, അത് ഹൃദയത്തിൻ്റെയും അപകട സൂചനയാണ്. അതാണ് മൂത്രത്തിൽ കാണുന്ന പ്രോട്ടീൻ അഥവാ ആൽബുമിനൂറിയ, പ്രത്യേകിച്ചും ഡയബറ്റിസ് ഉള്ളവരിൽ. പലർക്കും തോന്നും മൂത്രത്തിൽ അല്പം പ്രോട്ടീൻ വന്നാൽ എന്താണ് പ്രശ്നം. പക്ഷേ അറിഞ്ഞിരിക്കുക, ഇത് കിഡ്നിയുടെ ഒരു SOS സിഗ്നലാണ്. ആദ്യമായി നമുക്ക് എന്താണ് പ്രോട്ടീനൂറിയ എന്ന് നോക്കാം. സാധാരണയായി നമ്മുടെ വൃക്കകൾ ഒരു ഫിൽറ്ററിനെ പോലെ പ്രവർത്തിക്കുന്നു. ശരീരത്തിൽ ആവശ്യമുള്ള പ്രോട്ടീൻ രക്തത്തിൽ നിലനിർത്തുകയും മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ ഫിൽട്ടർ ചെയ്ത് കളയുകയും ചെയ്യുന്ന അവയവമാണ് കിഡ്നി അഥവാ വൃക്ക. പക്ഷേ പ്രമേഹ രോഗികളിൽ ഈ ഫിൽട്ടറുകൾ കേടാവും. അപ്പോൾ പ്രോട്ടീൻ അഥവാ ആൽബുമിൻ മൂത്രത്തിൽ കൂടി ചോർന്നു പോകാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ ആൽബുമിനൂറിയ അഥവാ പ്രോട്ടീനൂറിയ എന്ന് പറയുക. ആദ്യഘട്ടത്തിൽ അത് വളരെ ചെറിയ അളവിലാണ്. അതിനെ നമ്മൾ നേരത്തെ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയും. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ആൽബുമിൻ അല്ല, വളരെ കുറച്ച് മൈക്രോ ക്വാണ്ടിറ്റിയിൽ ആൽബുമിൻ കാണുന്നതുകൊണ്ടാണ് ഇതിനെ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുക. പിന്നീട് ഇത് പ്രോട്ടീനൂറിയ എന്ന് പറയും. ഇതെന്തുകൊണ്ടാണ് പ്രധാനം? കാരണം കിഡ്നിയുടെ ടെസ്റ്റായ ക്രിയാറ്റിനിൻ കൂടുന്നതിന് വളരെ മുമ്പ് തന്നെ മൂത്രത്തിൽ ആൽബുമിൻ കണ്ടെത്താം. ചുരുക്കി പറഞ്ഞാൽ ഇത് വൃക്കരോഗത്തിൻ്റെ ഒരു ആദ്യ ലക്ഷണമാണ്. കിഡ്നി ഡാമേജ് ഹാസ് സ്റ്റാർട്ടഡ് ബിഫോർ ദ സിംറ്റംസ് അപ്പിയർ. അതായത് കിഡ്നി രോഗം വരുന്നതിന് വളരെ മുമ്പ് തന്നെ, സിംറ്റംസ് കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കിഡ്നിയുടെ ഡാമേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടെത്താനുള്ള വളരെ എളുപ്പമുള്ളൊരു മാർഗമാണ് മൂത്രത്തിൽ ആൽബുമിൻ ഉണ്ടോ എന്ന് നോക്കുക. ഇത് വൃക്കയുടെ പ്രവർത്തനം കുറയുന്നു എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. ഇതിന് ശേഷം രക്തത്തിൽ ക്രിയാറ്റിനും കൂടാം, ഡയാലിസിസ് ആവശ്യമാകുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യാം. അതുകൊണ്ടാണ് പറയുന്നത് ആൽബുമിൻ ഇൻ യൂറിൻ ഈസ് ആൻ എയർലി വാർണിംഗ് സൈൻ. ഇത് അറിഞ്ഞിരിക്കുക, ഹൃദയാരോഗ്യത്തിൻ്റെയും മരണത്തിൻ്റെയും പോലും ഒരു സൂചികയാണ്. മൂത്രത്തിൽ പ്രോട്ടീനുള്ള അല്ലെങ്കിൽ ആൽബുമിനൂറിയ ഉള്ള ഡയബറ്റിക് രോഗികൾക്ക് ഇതില്ലാത്ത ഡയബറ്റിക് ആളുകളേക്കാൾ ഹൃദയാഘാതം, സ്ട്രോക്ക്, മരണം എന്നിവ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കിഡ്നിയുടെയും ബ്ലഡ് വെസലുകളുടെയും ഒരുപോലെ കേടാക്കുന്ന അവസ്ഥയാണിത്. അതായത് കിഡ്നിയിലെ രക്തക്കുഴലുകൾക്ക് കേട് വരുമ്പോഴാണ് ആൽബുമിൻ വരുന്നത്. അതുപോലെ തന്നെ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകൾക്കും കേട് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത്. എന്തൊക്കെയാണ് ആദ്യ ലക്ഷണങ്ങൾ? ആദ്യമായി ലക്ഷണങ്ങളൊന്നും തന്നെ കാണത്തില്ല ആദ്യഘട്ടത്തിൽ. പിന്നീട് മൂത്രം പതഞ്ഞു പോവുക, കാലിൽ നീര് വരിക, മുഖത്ത് നീര് വരിക, BP കൂടുക, ക്ഷീണം ഉണ്ടാകുക മുതലായ ലക്ഷണങ്ങൾ വരാം. എന്താണ് ഈ പരിശോധന? ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് ACR എന്ന് പറയും, യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ. അതായത് യൂറിനുള്ള ആൽബുമിനും യൂറിനിലെ ക്രിയാറ്റിനും തമ്മിലുള്ള ഒരു റേഷ്യോ. ഇതിനാണ് ACR എന്ന് പറയും. ഇതൊരു ചെറിയ സാമ്പിൾ മതി. വർഷത്തിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് രോഗികൾ ഈ ടെസ്റ്റ് ചെയ്യണം. ഇത് വലിയ ചിലവുള്ള ടെസ്റ്റല്ല, വളരെ സിമ്പിളായിട്ട് ഏത് ലാബിലും ചെയ്യാവുന്ന ടെസ്റ്റാണ്. നമ്മൾ റെഗുലറായിട്ട് ക്രിയാറ്റിൻ നോക്കും, റെഗുലറായിട്ട് BP നോക്കും, പക്ഷേ യൂറിനിൽ ആൽബുമിൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാറില്ല. പക്ഷേ അറിഞ്ഞിരിക്കുക, യൂറിനിലെ ആൽബുമിൻ കിഡ്നിയുടെ ഡാമേജ് വരുന്നതിന് വളരെ മുമ്പ് തന്നെ, അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് വളരെ മുമ്പ് തന്നെ കാണുന്ന ഒരു ഫൈൻഡിങ് ആണ്. ഇനി എപ്പോഴാണ് ഇത് കൂടുതൽ അപകടകരമാകുക? ബ്ലഡ് ഷുഗർ, ഡയബറ്റീസ് ഉള്ളവർക്ക് ഷുഗർ നിയന്ത്രണ വിധേയമല്ലാത്തപ്പോൾ, BP കൂടുതലുള്ളപ്പോൾ, കൊളസ്ട്രോൾ കൂടുതലുള്ളപ്പോൾ, സ്മോക്കിംഗ് ചെയ്യുമ്പോൾ, അമിതവണ്ണമുള്ളവർക്ക്, ഇവർക്കെല്ലാം പ്രോട്ടീനൂറിയ അഥവാ ആൽബുമിനൂറിയ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. ഇനി ഇത് കണ്ടെത്തിക്കൊണ്ട് എന്താണ് പ്രയോജനം? പ്രത്യേകിച്ച് മരുന്നുകളുണ്ടോ? ഡയബറ്റിസ് രോഗികൾ കൊടുക്കുന്ന പല ഗുളികകളും, ഉദാഹരണമായിട്ട് നമ്മൾ
ARB എന്ന് പറയും, അല്ലെങ്കിൽ ACE ഇൻഹിബിറ്റർ, അതായത് പ്രശ്നം കൊടുക്കുന്ന ചില പ്രത്യേക മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ പിന്നെ പുതിയതായിട്ട് ഡയബറ്റീസിന് ഉപയോഗിക്കുന്ന SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. ഇങ്ങനെയുള്ള പല മരുന്നുകളും കൊടുത്തു കഴിഞ്ഞാൽ യൂറിനിലെ ആൽബുമിൻ്റെ ലെവൽ കുറയ്ക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് മരണം വരാനുള്ള സാധ്യതകളും കുറയ്ക്കും. പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് BP നോർമലായിരിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ചികിത്സിക്കാൻ പറയുന്ന ഒരു ലെവലുണ്ട്, ആ ലെവലിൽ കുറവായിരിക്കുമ്പോഴും നമ്മൾ കിഡ്നിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ BPക്കുള്ള ARB ACE ഇൻഹിബിറ്ററുകൾ കൊടുക്കാറുണ്ട്. അപ്പം പല രോഗികൾക്കും, പല ഡയബറ്റീസ് ആൾക്കാർക്കും ഉള്ളൊരു സംശയമാണ്, എന്തിനാണ് ഞാൻ ഈ മരുന്ന് കഴിക്കുന്നത്. അറിഞ്ഞിരിക്കുക, BPയുടെ മരുന്നുകൾ നമ്മൾ സാധാരണ നിലയിൽ BPക്ക് മരുന്ന് കൊടുക്കേണ്ട ലെവൽ താഴെയാണ് പ്രശ്നമെങ്കിലും ഡയബറ്റീസ് രോഗികൾക്ക് നമ്മൾ ഈ മരുന്ന് കൊടുക്കാറുണ്ട്. പക്ഷേ അറിഞ്ഞിരിക്കണം, ഷുഗർ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹീമോഗ്ലോബിൻ A1Cയും ഷുഗറും കൃത്യമായിട്ട് നിയന്ത്രിക്കണം, BP നിയന്ത്രിക്കണം. ഇനി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ പ്രധാനമാണ്. ഉപ്പ് കുറയ്ക്കുക, പുകവലി നിർത്തുക, പതിവായി വ്യായാമം ചെയ്യുക, BPയും ഷുഗറും നിയന്ത്രണ വിധേയമാക്കുക, വേദന സംഹാരികൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, യൂറിൻ പ്രോട്ടീൻ ടെസ്റ്റ് ഈസ് നോട്ട് എ റുട്ടീൻ ടെസ്റ്റ്, ഇറ്റ് ഈസ് എ ലൈഫ് സേവിങ് ഏർലി വാർണിംഗ് ടെസ്റ്റ്. വൃക്കയെ മാത്രമല്ല, ഹൃദയത്തെ സംരക്ഷിക്കുവാനും മരണത്തെ മാറ്റി നിർത്തുന്നതിനും സമയത്ത് ഈ പരിശോധന ചെയ്യുകയും ഈ യൂറിനിലെ പ്രോട്ടീൻ നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നുകൾ കഴിക്കുകയും ചെയ്യുക. ഈ വിഷയം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.